പ്രസവം കഴിഞ്ഞ സ്ത്രീകളുടെ ശരീരത്ത് തിളച്ച വെള്ളം ഒഴിച്ചിരിക്കണം. അത് നിർബന്ധമാണ്. നമ്മൾ കാലങ്ങളായിട്ട് നമ്മുടെ പൂർവികർ മുതൽ നമ്മളത് ഫോളോ ചെയ്ത് വരുന്നതാണ്. 2025-ലും ഈ സെയിം കാര്യം നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഇതിന് പിന്നിൽ എന്തെങ്കിലും ഉപകാരം ആ സ്ത്രീക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പ്രസവരക്ഷ എപ്പോഴും നല്ലതാണ്, പക്ഷെ അത് അതിര് വിടുന്നത് നമുക്ക് ആലോചിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രസവം കഴിഞ്ഞ സ്ത്രീയുടെ ദേഹത്ത് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളം ഒഴിക്കുന്നതിൻ്റെ ശരിക്കും ഇവർ പറയുന്ന ഒരു റീസൺ ആ സ്റ്റിച്ച് കാര്യങ്ങളൊക്കെ ഉണങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ സംഭവിക്കുന്നത് നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ അല്ലെങ്കിൽ സിസേറിയൻ ആണെങ്കിലും സ്ത്രീകളുടെ ശരീരത്ത് സ്റ്റിച്ച് ഉണ്ടാകും. പക്ഷേ ഈ തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ അതവിടെ പൊള്ളലുകൾ ഉണ്ടാക്കും. നോർമലി ഒരു 7 ദിവസം കൊണ്ട് താനെ ഉണങ്ങുന്ന സ്റ്റിച്ചുകളായിരിക്കാം. ഈ ഒരു പ്രക്രിയ കൊണ്ട് ഇത് 14-20 ദിവസങ്ങൾ നീണ്ടുപോകും. അത് വെള്ളത്തിൻ്റെ ചൂട് എത്രത്തോളം കൂടുന്നു അത്രത്തോളം ദിവസങ്ങളും കൂടി വരും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് മണ്ടത്തരങ്ങൾ ഒരിക്കലും ഈ കാലഘട്ടത്തെ ചെയ്യരുത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഒന്നാമത് തന്നെ ഒരു കുട്ടി പുതുതായിട്ട് പ്രസവമൊക്കെ കഴിഞ്ഞു കുട്ടീനെ ആയിട്ട് ആ ഒരു അമ്മ അഡ്ജസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് ഇതുപോലെ ചെയ്യുമ്പോൾ ആ അമ്മയുടെ ഉള്ളിൽ തന്നെ വളരെയധികം ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാകുന്നുണ്ട്. ഇത് കാരണം അവർക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാര്യങ്ങളിലോട്ടൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ അമ്മേനെ വെറുതെ വിടുക, ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. നോർമൽ രീതിയിൽ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഒരു ഡോക്ടർ പറയുന്ന രീതിയിൽ മാത്രം പ്രസവരക്ഷ നടത്താനായിട്ട് ശ്രമിക്കുക. ഇങ്ങനെ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ട് ഒരു ഉപകാരങ്ങളും ഉണ്ടാകുന്നില്ല. അവിടെ ആ ഒരു സ്റ്റിച്ച് അത് പൊള്ളലേക്കാനായിട്ടാണ് കാരണമാകുന്നത്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക.